അമേരിക്ക നാവിക ഉപരോധം പിൻവലിച്ചാൽ ചർച്ചയാകാം എന്ന് ഇറാൻ. ഭീഷണികളും വാഗ്ദാന ലംഘനങ്ങളുമാണ് ചർച്ചകൾക്ക് തടസ്സമാകുന്നതെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറയുന്നു. നാവികോപരോധത്തിന്റെ ഭാഗമായി ഇതുവരെ 31 കപ്പലുകൾ തടഞ്ഞെന്ന് അമേരിക്കൻ സേനയെ വ്യക്തമാക്കി. ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധനയങ്ങൾക്ക് സെനറ്റ് അംഗീകാരം നൽകി. ഇന്റർനാഷണൽ സ്കിൽ നിന്നും പി ജെയിംസ് ചെയ്യുന്നു. ജെയിംസ് സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി, ഗുഡ് മോർണിംഗ് അസിത. ഹായ്. അപ്പോൾ ജെയിംസ് സാർ, അവിടെ അമേരിക്കയിലെ നാവികസേനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ കൂടി പുറത്തേക്ക് പോകുന്ന വാർത്ത ഇന്ന് രാവിലെ അല്പസമയം മുമ്പ് ഉണ്ടായി. പീറ്റ് ഹെക്സേത്ത് അവിടെയുള്ള ആൾക്കാരെ മൊത്തം പറഞ്ഞു വിടുകയാണ്. അതിനിടയിൽ ഈ പറയുന്ന ഇറാനിൽ കുറേ ആൾക്കാരെ മോചിപ്പിക്കും എന്ന് ട്രംപ് പറയുന്നുള്ളതാണോ എന്നറിയില്ല. എന്താണ് നിലവിലെ അവസ്ഥ ജെയിംസ് സാർ? ഹാഷ്മി, ഒരു ആശ്വാസകരമായ ഒരു വാർത്ത വരുന്നത്, ഇറാൻ ഇതുവരെ ചർച്ചയോട് മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ പറയുന്നു, ഞങ്ങൾ ചർച്ചകൾക്കെതിരല്ല, തുടർന്നും ചർച്ച നടത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നു. ഒരു പക്ഷേ അല്പം ആശ്വാസകരമായ വാർത്തയാണ്. പക്ഷെ അത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്നറിയില്ല. കാരണം മസൂദ് പെസസ്കിയാൻ ഇറാന്റെ പ്രസിഡന്റ് അവിടുത്തെ മിതവാദിയായിട്ട് അറിയപ്പെടുന്ന പ്രസിഡന്റാണ്. നേരത്തെ കൊല്ലപ്പെട്ട ആയത്തുള്ള ഖമനായിക്കെതിരെ നിലപാടെടുത്ത് മത്സരിച്ച് ജയിച്ച പ്രസിഡന്റാണ്. അപ്പോൾ അവിടെ രണ്ട് പക്ഷമുണ്ട്. അതിൽ മിതവാദിയായിട്ടുള്ള മസൂദ് പെസസ്കിയാനാണ് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞത്. അവിടുത്തെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗച്ചിയും അതുപോലെ മിതവാദിയാണ്. പക്ഷെ അപ്പുറത്ത് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് അടക്കമുള്ള സൈനിക കമാൻഡുകളൊക്കെ തീവ്ര നിലപാടെടുത്ത് നിൽക്കുകയാണ്. തീവ്ര നിലപാടുള്ള പലരും കൊല്ലപ്പെട്ടു കഴിഞ്ഞു നേതാക്കൾ. പക്ഷെ മിതവാദികളായ നേതാക്കളാണ് ഇപ്പോൾ ചർച്ചകൾക്ക് പോകുന്നത്. സ്പീക്കർ ഏതാണ്ട് ഇതിൻ്റെ സെൻട്രൽ ഇതിൽ നിൽക്കുന്ന ആളാണ് മുഹമ്മദ് ഖാലിബാഫ്. അപ്പോൾ എന്തായാലും ഇതിനിടയിലാണ് മസൂദ് പെസസ്കിയാൻ്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. എന്തായാലും അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്തിനും തയ്യാറായി നിൽക്കുകയാണ്. പക്ഷേ ട്രംപിനെ കുറിച്ച് മസൂദ് പെസസ്കിയാൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം കാപട്യമാണ് കാണിക്കുന്നത്, കപടതയുള്ള വാക്കുകളാണ് പറയുന്നത്. ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ കാപട്യം കണ്ടുകൊണ്ടിരിക്കുകയെന്ന് ഒന്ന് പറയും, വേറൊന്ന് പ്രവർത്തിക്കും. എന്തായാലും ഇതിനിടയിൽ ഒരുപാട് സംഭവവാസങ്ങൾ നടക്കുന്നുണ്ട് ഹാഷ്മി. പ്രത്യേകിച്ച് 3 കപ്പലുകൾ ഇറാൻ ഹോർമോസ് കടലിടുക്കിൽ വെച്ച് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് വന്ന ഒരു ചരക്ക് കപ്പലടക്കം. എന്തായാലും ഇറാൻ അതിൽ ഒരെണ്ണം കൊണ്ടുപോയി ഇന്ത്യയിലേക്ക് വന്ന ചരക്ക് കപ്പലിന് നേരെ വെടിവെപ്പുണ്ടായി. എന്തായാലും ഇന്ത്യ അതിശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. ഇറാന്റെ ചില നിലപാടുകളോട് ഇന്ത്യയുടെ ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. കാരണം ഇറാനെ പലതരത്തിൽ ഇന്ത്യ സഹായിക്കുന്നുണ്ട്. ഇറാന്റെ യുദ്ധക്കപ്പൽ അമേരിക്ക ടോർപിഡോ വെച്ച് താൽക്കാലിക ഒരുപക്ഷെ കൊച്ചിയിൽ നമ്മൾ അഭയം കൊടുത്തു. ഒപ്പം ചബഹാർ പോർട്ടിൽ തുറമുഖത്തിന് വേണ്ടി ആയിരക്കണക്കിന് കോടി ഇന്ത്യ മുടക്കിയിട്ടുണ്ട്. എന്തായാലും അവിടുത്തെ മിതവാദികളായിട്ടുള്ള നേതൃത്വം നമ്മുടെ ഇന്ത്യയായിട്ട് നല്ല ബന്ധത്തിലാണ്. പക്ഷെ തീവ്ര നിലപാടുകളായിട്ടുള്ള റവല്യൂഷണറി ഗാർഡ്സ് ഇന്ത്യയുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു എന്നുള്ള വലിയ ആക്ഷേപം ഉണ്ടാകുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഈ വെടിനിർത്തലാണ് ലെബനോനിൽ, പക്ഷേ ഇപ്പോഴും ആക്രമണം നടക്കുന്നുണ്ട്. ഈ മണിക്കൂറുകളിൽ 6 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരുടെ സംഖ്യ കഴിഞ്ഞ 50 ദിവസത്തിനുള്ളിൽ 2400 കവിഞ്ഞു എന്നുള്ള വാർത്ത കൂടി ഈ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ആക്രമണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് തന്നെയാണ്. ഇതിനിടയിലാണ് സെനറ്റിൽ 5ാം തവണ ഈ ഇറാൻ യുദ്ധത്തെ ചൊല്ലി US സെനറ്റിൽ വോട്ടെടുപ്പ് നടന്നത്. ട്രംപ് നേരിയ വ്യത്യാസത്തിൽ രക്ഷപ്പെടുന്നുണ്ട്. ഇത്തവണ 55 വോട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനായ അല്ലെങ്കിൽ ഭരണകക്ഷിയായ ട്രംപിന് ലഭിച്ചു. 46 വോട്ടാണ് ഡെമോക്രാറ്റുകൾക്ക് ലഭിച്ചത്. 5 തവണയും ഡെമോക്രാറ്റുകളാണ് ഈ യുദ്ധം നിർത്തണമെന്ന പ്രമേയം കൊണ്ടുവന്നത്. ഈ പ്രമേയം പാസ്സായാൽ അടുത്ത 30 ദിവസത്തിനുള്ളിൽ യുദ്ധം നിർത്തേണ്ടി വരും. എന്തായാലും ട്രംപ് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷെ ഇത് കൂടുതൽ പോകാൻ പറ്റില്ല. കാരണം അവിടുത്തെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഒരു വിഭാഗം ശക്തമായി ട്രംപ് എന്തിനാണ് ഇറാനിൽ പോയി ഈ തരത്തിൽ യുദ്ധം നടത്താൻ പോയത് എന്നുള്ള വലിയ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി എടുക്കുമ്പോൾ അമേരിക്കയുടെ മേൽ വലിയ സമ്മർദ്ദമുണ്ട്. പക്ഷെ നാവിക ഉപരോധം തുടരും എന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ 31 കപ്പലുകൾ, ഇറാനീസ് കപ്പലുകൾ തടഞ്ഞു. അപ്പോൾ അവർ വല്ലാതെ എതിർപ്പിലാണ്. അപ്പോൾ നാവിക ഉപരോധം പിൻവലിച്ചാൽ ചർച്ചയാവാം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇറാൻ്റെ ഒരു കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പുറത്ത് ഒരു കാർഗോ ഷിപ്പ് ഈ മണിക്കൂറുകളിൽ ഇറാനും പിടിച്ചെടുത്തിരിക്കുന്നു. അപ്പോൾ ഹോർമോസ് കടലിടുക്ക് അടഞ്ഞു തന്നെ കിടക്കും, പ്രത്യേകിച്ച് നാവിക ഉപരോധം പിൻവലിക്കുന്നത് വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാ വെടിനിർത്തലും ഇതൊക്കെ ഉണ്ടെങ്കിലും അതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് നടക്കുന്നുണ്ട്. വളരെ ഫ്രജൈലായിട്ടുള്ള ദുർബലമായിട്ടുള്ള ഒരു വെടിനിർത്തലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് എപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് അറിയില്ല. അതിനിടയിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഇറാൻ പറഞ്ഞത്
ഒരു വലിയ ദിശാമാറ്റമാണ്. അത് സംഭവിച്ചാൽ നല്ലതായിരിക്കട്ടെ. പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും അവിടുത്തെ സൈനിക മേധാവി അസിം മുനീറും പിന്നാലെ നിൽക്കുകയാണ്. കാരണം ഇറാനെ നിരന്തരമായി ബന്ധപ്പെട്ട് അതിന് പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയും ഇതേ രീതിയിൽ തന്നെ പലതരത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ഇറാനും അമേരിക്കയും തമ്മിൽ അടുത്ത ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് ഇരിക്കുമെന്നാണ് ലോകം പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.